1201 ആണ്ട് കർക്കിടക മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 17/7/2026 മുതൽ 16/8/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് പറയുന്നത്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ കർക്കിടക മാസത്തെ ഫലങ്ങളാണ്. ആദിത്യ ഗുരുയോഗം നടക്കുന്നതിനാൽ അറിവ് സമ്പാദിക്കാനും നേതൃത്വ പാടവത്തിലേക്ക് ഒരു ഉയർച്ച ഉണ്ടാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ആഗ്രഹത്തെ ബുദ്ധിശക്തിയുമായി യോജിപ്പിക്കുന്നതിന് സാധിക്കുന്നു. ചില വ്യക്തികളെ മാന്യന്മാരായ നേതാക്കളായി വളർത്തിയെടുക്കുന്നു. മികച്ച ധാർമ്മിക ബോധം മനുഷ്യൻ ഉണ്ടാകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ചന്ദ്രനും ശുക്രനും കേതുവും കൂടി ഒരു രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആത്മീയ കാര്യങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അത് കൂടുതലും ഭക്തജനങ്ങളിലാണ് വരുന്നത്. ദൈവികതയിലും മതഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണോ വേണ്ടയോ, അതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അതുപോലെ ദൈവം ഉണ്ടോ എന്നതും മതഗ്രന്ഥങ്ങൾ ശരിയാണോ എന്നതും ഒരു ആശയക്കുഴപ്പത്തിലേക്ക് വരുന്നു. ബന്ധുക്കളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നു ചില ആൾക്കാർ. കേതു ശുക്രയോഗത്തിനാൽ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണ ജനിക്കുന്നു, സംശയം ഉണ്ടാകുന്നു, പരസ്പരം വിശ്വാസം ഇല്ലായ്മ ജനിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. യാഥാർത്ഥ്യ കാര്യങ്ങളും അറിവുകളും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നടക്കുമെന്ന ഒരു ധാരണയിൽ കാത്തിരിക്കുന്ന ആയിട്ടും ഒരു സാധ്യത കാണുന്നുണ്ട്. വ്യക്തിപരമായ ബന്ധങ്ങളെ പോലും മാറ്റി നിർത്തുന്നു. ആത്മീയതയിൽ നിന്നും മനുഷ്യൻ അകന്നു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ആഡംബര ജീവിതത്തിന് വേണ്ടി ദേവാലയങ്ങൾ കൊള്ളയടിക്കാനും അവ നശിപ്പിക്കാനുമുള്ള ഒരു പ്രവണത കാണുന്നുണ്ട്. പുണ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ, അതായത് മതഗ്രന്ഥങ്ങൾ ചില കപട ആചാര്യന്മാരായി വേഷം കെട്ടിയവർ മോശമായി അല്ലെങ്കിൽ അത് ദുർവ്യാഖ്യാനം നടത്തുന്നതിന് സാധ്യതയുള്ളതിനാൽ ആൾക്കാർക്ക് ആകെപ്പാനം ഒരു ആശയക്കുഴപ്പം മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സംഭവിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഏതായാലും അത്ര ഒരു ഭക്തജനങ്ങൾക്ക് അത്ര ഒരു നല്ല സമയമല്ല ഈ കർക്കിടക മാസം. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പേര് ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. പുതിയ സംരംഭങ്ങളോ പുതിയ ജോലി സ്ഥലത്തേക്കുള്ള നിയമനങ്ങളോ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നു. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കുന്നു. ചിലർക്ക് വിവാഹ ഭാഗ്യം ഉണ്ടാകുന്നു. ശ്രമിച്ചാൽ നല്ല രീതിയിൽ ധനമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. വിചാരിക്കുന്ന കാര്യങ്ങൾ ഒട്ടുമിക്കവാറും നടന്നു കിട്ടുന്നു. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കുന്നു. ചിലർക്ക് അധികാരമുള്ള തൊഴിൽ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം മാറിക്കിട്ടുന്നു. അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നു. അകാരണമായ ഭയം, എന്തും ഏതിനെയും ഭയപ്പെടുന്ന ഒരവസ്ഥ മാറിക്കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും കൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. മോശം കൂട്ടുകെട്ടുകൾ നിമിത്തം ദുഃഖം വരാനും അനിഷ്ട സംഭവങ്ങൾ വരാനും പോലീസിൽ കേസുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അമ്മയ്ക്ക് ദുഃഖവും പ്രയാസങ്ങളും ചിലപ്പോൾ ഉണ്ടാകാം. പല രീതിയിലും രോഗങ്ങൾ കൊണ്ട് ആകാൻ സാധ്യതയുണ്ട്. ചിലരുടെ വീട്ടിൽ ചില അസ്വസ്ഥതകൾ കുടുംബത്തിൽ ഉണ്ടാകുന്നതിനൊരു സാധ്യതയുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ ഭൂമി നഷ്ടപ്പെടാനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഫലങ്ങളാണ് ഞാൻ പറയുന്നത്. 7 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ചെറുപ്പത്തിലെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും വിദ്യാഭ്യാസം മുടങ്ങാതെ നോക്കണം. കൂടുതൽ അവരെ ബാധിക്കുന്നത് ശ്വാസമുട്ടൽ, ആസ്മ പോലുള്ള വലിവെന്നും പറയും പോലുള്ള അസുഖങ്ങളാണ് വരാൻ സാധ്യത. കഫക്കെട്ട് മൂലവും വരാം. അതുപോലെ ഇതിൽ ചിലർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതിന് ഒരു സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. കുടുംബത്തിൽ പുതിയ വാഹനവും വീടും ലഭിക്കുന്നതിനും ഒരു ഭാഗ്യം കാണുന്നുണ്ട്. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചെറിയ സർജറികൾ വേണ്ടി വന്നേക്കാം. ആസ്മ, ശ്വാസം മുട്ടൽ, അലർജി, കഫം എന്നിവ ഉണ്ടാകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. അവയുടെ ശല്യങ്ങൾ ഉണ്ടാകാം. അഗ്നിയിൽ നിന്ന് ഉപദ്രവം വരാൻ സാധ്യതയുള്ള വളരെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ചില രോഹിണി നക്ഷത്രക്കാർക്ക് അച്ഛനമ്മമാർ തമ്മിൽ പിണങ്ങുകയും അവർ മാറി താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ചിലർ വിദൂര സ്ഥലത്തേക്ക് ജോലിക്കായിട്ട് പോകുന്നതിനും സാധ്യതയുണ്ട്. 14 വയസ്സ് മുതൽ 32 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ബന്ധുക്കൾക്കും തനിക്കും ചില ആപത്തുകൾ വരുന്നതിന് സാധ്യതയുണ്ട്. ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ചിലർക്ക് ത്വക്ക് രോഗങ്ങൾ വന്നേക്കാം. നേർവഴിക്ക് ചിന്തിക്കാതെ ബുദ്ധിമോശം കാണിക്കാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. കൂടുതലും വിദ്യാഭ്യാസ കാര്യത്തിലാണ് ഇതിലെ ചില രോഹിണി നക്ഷത്രക്കാർക്ക് നേർവഴിക്ക് ചിന്തിക്കാതെ വളഞ്ഞ വഴിക്ക് ചിന്തിച്ച് വിദ്യാഭ്യാസം നഷ്ടപ്പെടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ചിലർക്ക് അങ്ങനെയല്ല, വിദ്യാഭ്യാസം തുടർന്ന് പോകുന്നതിനും ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് തൊഴിൽ
ഉടൻ തന്നെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട്. വിവാഹം നടക്കുന്നതിനും സന്താന ഭാഗ്യത്തിനും യോഗം കാണുന്നു. ചിലർക്ക് ശത്രുശല്യം വരാം എന്നതിനാല് തൊഴിലിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ഇത്രയും കാലം അനുഭവിച്ച ദുരിതങ്ങൾക്ക് പരിഹാരമായി ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാം. സർക്കാരിൽ നിന്നും ചില ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സമയവും കൂടിയാണിത്. തൊഴിൽ ഉയർച്ചയും പുരോഗതിയും ഇവിടെ കാണുന്നുണ്ട്. വീടും വാഹനം വാങ്ങാനും അവർക്ക് യോഗം കാണുന്നുണ്ട്. ചിലർ വിദേശത്തേക്ക് പോയി ജോലി ചെയ്യുന്നതിനും അവിടെ താമസമാക്കുന്നതിനും യോഗം കാണുന്നു. ശത്രുക്കളെ കൊണ്ട് ശല്യം വരാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക നല്ലതായിരിക്കും. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും ഒരു യോഗ്യം ഈ സമയം കാണുന്നുണ്ട്. 48 വയസ്സ് മുതൽ 67 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് വാദം പോലുള്ള രോഗങ്ങൾ വരാം. പലതരത്തിലുള്ള വാദമുണ്ട്. അതിൽ ഏതെങ്കിലും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ചിലർക്ക് ഹൃദയത്തിന് ചില തകരാറുകൾ അസുഖങ്ങൾ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. നേതൃത്വ സ്ഥാനത്തേക്ക് ഇവർക്ക് വരുന്നതിനും ഭാഗ്യമുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഈ സമയം അധ്വാന ഭാരം കൂടിയിരിക്കും. ധാരാളം സമ്പത്ത് വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. പ്രമേഹമുള്ളവർ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 67 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് പഴയകാല സുഹൃത്തുക്കളെ കണ്ടുകിട്ടാനും അവരുമായി പഴയ ബന്ധം പുതുക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. ഗവേഷണ രംഗത്തുള്ളവർക്ക് പല പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നതിനും അതുവഴി അവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനും അതുവഴി ധനലാഭം പ്രതീക്ഷിക്കുന്നതിനും സാധ്യതയുണ്ട്. ചില നിക്ഷേപങ്ങൾ മൂലം സമ്പത്ത് വന്നു ചേരാം. നിക്ഷേപ പദ്ധതികൾ മെച്ചൂരിറ്റി ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ല രീതിയിലുള്ള ആദായം ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഈശ്വര അനുഗ്രഹം ലഭിക്കുന്നതായിട്ടും ആത്മീയതയിലേക്ക് തിരിയുന്നതായിട്ടും ചില രോഹിണി നക്ഷത്രക്കാരെ കാണുന്നുണ്ട്. ഈ സമയത്ത് കഫം പിത്തം എന്നിവ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ മൂലം ചില അസ്വസ്ഥതകളും രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ എങ്കിലും തക്ക ചികിത്സ ഇവർക്ക് ലഭിക്കുന്നതിനാൽ പ്രത്യേകിച്ച് ഇവർക്ക് വലിയ പ്രയാസങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാകുന്നു. നിങ്ങൾക്കുള്ള പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ജാതകപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.